ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഴാലിക്കാവ് വേലയുടെ തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ കുഞ്ഞൊരു പർച്ചേസിങ്ങിന് പോവുകയാണ്. പർച്ചേസിംഗ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സനുവിന് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് വെട്ടിക്കാട്ടിൽ വഴി കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാറ്റ അത് കണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു വീടിൻ്റെ മുന്നിലാണ് കേട്ടോ അത്. സനുവിന് ഭയങ്കര ഡൗട്ടായിരുന്നു, അവിടെ ആ വീട്ടുകാർ ആ കുരങ്ങനെ വളർത്തുകയാണോ എന്നൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരു 10-15 എണ്ണത്തിന് മേലെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മൾ ചെറുതൂരത്തിലുള്ള ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സനുവിനെ എടുക്കുമ്പോൾ മുന്നിലിതാ നമ്മുടെ കുഞ്ഞാറ്റ നിൽക്കുന്നുണ്ട്. അവൾക്ക് ഏതൊക്കെ എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. സനുവിന് ഓരോ ചെരുപ്പ് ഇട്ട് കറക്റ്റ് അളവ് നോക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റയാണെങ്കിൽ ഇച്ചു പറഞ്ഞിട്ട് അവൾ തന്നെ ഓരോരോ ചെരുപ്പ് എടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം എന്തേ കുഞ്ഞാറ്റ അവൾ തന്നെയായിട്ട് സെലക്ട് ചെയ്ത് ചെരുപ്പാണ് കേട്ടോ, ഈ ഒരു ഗ്രീന്. അപ്പോൾ അതാ കുഞ്ഞാറ്റയ്ക്ക് ഇതാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സനുവിന് വേറൊരു നീലയാണ് കേട്ടോ. സനുവിന് ഇതിന് മുന്നേ നമ്മൾ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ചെരുപ്പ് തലേ ദിവസം നായ കടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊരു പകുതി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ മാത്രം. പിന്നെ ദേ രണ്ടാൾക്കും ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് വന്നത് കുഞ്ഞാറ്റയുടെ മുടി വെട്ടാനാണ് കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അതൊന്ന് ആ മുടി ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ആക്കണം എന്ന്. അപ്പോൾ ഇതാ ബോയ് കട്ടാണ് കേട്ടോ വെട്ടുന്നത്. ഏട്ടനാണെങ്കിൽ ഇതാ കുഞ്ഞാറ്റേനെ ചെക്കനാക്കാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ ഇങ്ങനെ തന്നെ വെട്ടിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് അങ്ങോട്ട് ആകെ പ്രശ്നം തന്നെയായിരുന്നു. മുടി വെട്ടാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം എന്തായാലും കാത്തൊക്കെ കാണിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ജ്യൂസ് വാങ്ങിത്തരാം, വെള്ളം വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടിയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഷെയ്ക്കും പപ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല എന്താ പറയുക, കഷ്ണമീൻ നമ്മൾ ചെറുതൂത്തിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് അങ്ങനെ മീനൊക്കെ വറുത്തു. രാത്രിയത്തെ ഭക്ഷണം എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ല, വാഴാലിക്കാവ് പൂരത്തിൻ്റെ ദിവസമാണ് കേട്ടത്. എന്താണ് തറ പോയി തറ ഏതാ ആൺകുട്ടി, ആൺകുട്ടി ആൺകുട്ടി ഏതാ? കുഞ്ഞാറ്റയാണോ? കുഞ്ഞാറ്റ കുട്ടിയാണോ? ഏയ് ഞങ്ങളെ ആൺകുട്ടിയായില്ലേ? ഇഷ്ടായോ? ഇട്ടായോ? താരയും പൂതനും കണ്ടേ. അങ്ങനെ താരയും പൂതനൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് രാവിലെ തന്നെ ചേലക്കരയ്ക്കാണ്. അതായത് നമ്മൾ മാരിമ്പൂച്ചയുടെ കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പരാഗിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിക്കാൻ കൊടുക്കാൻ, അളവ് കൊടുക്കാനാണ് കേട്ടോ രാവിലെ തന്നെ പോണത്. ഇന്ന് തന്നെ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയത്തിയും കുട്ടിയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാർ കൊണ്ട് പോകുമ്പോൾ നമ്മളേനും കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരനൊക്കെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൂരായ കാരണം അവർക്ക് വണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ കൊണ്ടുപോയേക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സനുക്കുട്ടിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ബസ്സിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് പകരം കാറിൽ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വാഴാലിക്കാവിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഇങ്ങനെ കൊട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വരികയാണ്. ആനേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചേലക്കര ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ തന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സൂര്യ ടൈലറിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ അടിക്കാൻ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേലക്കരയുള്ള ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ബോയ്സിൻ്റെ ഒരു ഡ്രസ്സ് മോഡൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. വെറുതെ ഒരു ട്രൗസറും ബനിയനാണെങ്കിൽ പോലും 2-3 കടകളിൽ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് അവസാനം കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് ഇട്ടപ്പോൾ. ശരിക്കും ഒരു ബോയുടെ ലുക്ക് തന്നെ ആയിരുന്നു. അനിയൻ്റെ വൈഫും കുട്ടിയൊക്കെ വരുന്ന ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. സനുവിനെ അവിടെ ഷോപ്പിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെന്ന്. ഞാനിത് സ്റ്റിച്ചിങ് പഠിക്കുന്ന ആ ഒരു കടയിൽ നിന്നാണ് അടിക്കാൻ കൊടുക്കണത്. ഇപ്പോൾ കുഞ്ഞാറ്റ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ, അളവെടുക്കണമെങ്കിൽ ലേസ് വേണം എന്നുള്ള വാശി തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് ടോപ്പും അതുപോലെ ഈ ഒരു സാരിയിൽ നമുക്ക് പാവാടി, അങ്ങനെ ക്രോപ്പ് ടോപ്പും പാവാടി അടിക്കാനാണ് കേട്ടോ വിചാരിക്കണത്. അങ്ങനെ ഞങ്ങളുടെ ദച്ചുട്ടി മനു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും അളവൊക്കെ കൊടുത്തു. അപ്പോൾ പാവാടിയും പിള്ളേർക്കുള്ള അളവൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ വാഴാലിക്കാവിലത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ വരുമ്പോൾ.
കഴിഞ്ഞ പൂരം പോലെ തന്നെ നമ്മൾ ഇതിന് ഫുഡ് ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെന്ന്. ബിരിയാണി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇവർ 3 പേരും കൂടി കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പം എന്തായാലും നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടില്ല. അപ്പം ഞാൻ വോയിസ് ഇടാത്ത ആകെ കലപ്പിലെ കാരണം കൊണ്ടാണ്. ഇങ്ങനെ കുഞ്ഞാപ്പട്ട് നേരെ പാട്. നേരം കൊണ്ടിരി തീപ്പൊരിക്കുന്ന തീപ്പൊരി കമ്പിത്തിരിയിലാത്തിരി പൂത്തിരി പച്ച പാലിശാളി പച്ച മലയാളി പച്ച മലയാളി. സൂപ്പർ. ഈ പാട്ട് ഇങ്ങനെയും പാടല്ലേ കുഞ്ഞാ. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ സനുവിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ നമ്മുടെ ദച്ചുട്ടിയും അതിനൊക്കെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പൂരത്തിനൊന്നും നിന്നില്ല. ഒരു 3 മണി ആ ടൈമിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു വെയിലൊക്കെ അറിയപ്പോൾ ഒരു 5 മണിയോട് എടുത്തിട്ടുണ്ട് നമ്മൾ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. പൂരത്തിൻ്റെ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാറ്റയുടെ ഡ്രസ്സ് വരുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഞങ്ങളുടെ കുഞ്ഞാറ്റ ആൺകുട്ടിയായി, ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് ചെക്കനായി. എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണേ. ഫുൾ ബോയ് തന്നെയായിരുന്നു കേട്ടോ. അതായത് കമ്മലും കാര്യങ്ങളും വരെ അഴിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരു ആണിൻ്റെ ലുക്ക് വരുത്തണം എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് അതേപോലെ തന്നെ ആയി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞാറ്റേനേക്കാളും രസം ഇങ്ങനെ ഒരു ബോയ് ആയപ്പോഴാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ. ബൈ.